നമുക്കൊരു സോയാബീൻ ഒരു ഇറച്ചി രീതിയിൽ അങ്ങ് വെച്ചാലോ. അതിനുള്ള കരിയാപ്പലയും കൊച്ചുള്ളിയും വെല്ലുള്ളിയും ഇഞ്ചിയും തേങ്ങാക്കൊത്തും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചട്ടി മൂത്ത് കടുകിടാം, കരിയാപ്പല ഇടാം. ഇത് നല്ലൊന്ന് നമുക്കിനി പെരിഞ്ജീരകവും കുരുമുളകും മസാലക്കൂട്ടും എല്ലാം കൂടെ ഇടിച്ചിട്ടത് ഇടാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇവിടെ ഉപ്പുകല്ലാണ് എടുത്തിരിക്കുന്നത്. ഉപ്പുകല്ല്, സോയാബീൻ, ഈ വെള്ളം ഒഴിക്കാം. നമുക്കൊന്ന് തട്ടിപ്പൊതിഞ്ഞ് വെക്കാം, വേകട്ടെ. സോയാബീൻ റെഡിയായി. ഇച്ചിരി കരിയാപ്പലം കൂടെ നമുക്ക് ഇടാം, ഒരു ടേസ്റ്റിന്. കരിയാപ്പല ആദ്യം ഇട്ടാണ്, എന്നാലും നമ്മൾ കറിയൊക്കെ ആയിക്കുമ്പോൾ ഇച്ചിരി കരിയാപ്പല ഇടുവാണെങ്കിൽ കറിക്ക് നല്ല രുചി കാണും.